നമ്മളെ കോൺവെർസേഷനാണ്. കോൺവെർസേഷൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺവെർസേഷൻ്റെ തുടക്കത്തിൽ നമ്മൾ ഹലോ എന്ന് പറയുന്നു, അതുപോലെ അവരെ വിഷ് ചെയ്യുന്നു ഒക്കെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്ന ആൾ ശ്രോതാവിൽ വളരെയധികം സന്തോഷമുണ്ടാകും. ഒരു പ്രഭാഷണം അല്ലെങ്കിൽ സംഭാഷണം എന്നുള്ളൊരു കലയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത കല. അതുകൊണ്ട് തന്നെ പല ആളുകളും ശ്രോതാവിനെ ശ്രദ്ധിക്കാതെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശ്രോതാവ് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ എന്ത് പറഞ്ഞാലും ശ്രോതാവ് കേൾക്കും എന്നുള്ള ഒരു നിലപാടിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി വി മസ്റ്റ് ഗിവ് ഇൻട്രസ്റ്റ് ഇൻ ദീസ് സബ്ജക്റ്റ്, മീൻസ് ഇൻ ദീസ് കോൺവെർസേഷൻ. We have the power. Who is the speaker? That person can make interest among the speakers. അപ്പോൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ ഒരാൾ തമ്മിൽ മാത്രമായിരിക്കും, 2-3 ആൾക്കാർ കൂടി സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ അവരിൽ ഒരു താല്പര്യമുള്ളതായിരിക്കണം. സന്ദർഭത്തിനനുസരിച്ചായിരിക്കണം എല്ലാ സംഭാഷണവും. ഒരു സൗഹൃദ സംഭാഷണം പോലെയല്ല, മറിച്ച് ഒരു സുഹൃത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുന്ന അവസരത്തിലൊക്കെ നമ്മൾ സംഭാഷണം. അപ്പോൾ തീർച്ചയായിട്ടും കോൺവെർസേഷൻ്റെ പ്രധാനപ്പെട്ട ഘടകം കേൾക്കുന്ന ആളുകളിൽ താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തമാശ പറയേണ്ട സമയത്ത് തമാശ പറയും, ഗൗരവമായിരിക്കേണ്ട സമയത്ത് ഗൗരവമായിരിക്കുകയും ചെയ്യും. ഇപ്പോൾ കോൺവെർസേഷൻ, അപ്പോൾ നല്ല കോൺവെർസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നടത്തുന്ന ആൾ മാത്രമല്ല, കേൾക്കുന്ന ആളും കൂടിയാണ്. സോ ആക്ച്വലി വി മസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ഫോർ ദ ലിസണർ. ലിസണറിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അയാൾക്ക് ഒന്നും പറയാനില്ലാത്ത രീതിയിൽ നമ്മൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സംഭാഷണമല്ല. അയാൾ കൂടി പറയുന്നത് കേൾക്കണം, അയാൾ പറയുന്നത് കൂടി നമുക്ക് കേൾക്കണം. So in a market, in a shop, നമ്മൾ ഷോപ്പിൽ പോയിരിക്കുകയാണ്. ഷോപ്പിൽ പോയിരിക്കുമ്പോൾ നമ്മൾ പലചരക്ക് കടയിൽ നമ്മൾ ആ ഗ്രോസറി ഷോപ്പിൽ നമ്മൾ പോയിരിക്കുന്ന അവസരത്തിൽ അവിടെ നമ്മൾ ചോദിക്കാം, the customer, how much is a kilogram ulli? How much cost does it have? How much is a kg onion? Onion. That's correct. How much is a kg onion? ഉള്ളിക്ക് എത്രയാണ് വില എന്നാണ് ചോദിക്കുന്നത്. അപ്പം he says, that means shop owner പറയാണ്, hi sir, why do you enquire the price? Why do you enquire the price? എന്തിനാണ് നിങ്ങൾ പ്രൈസ് അന്വേഷിക്കുന്നത്? So I want to purchase something. Then customer says, shop owner, customer says, I want to purchase it from here. ഞാൻ ഇവിടുന്ന് കുറച്ച് ഉള്ളി വാങ്ങാൻ ആഗ്രഹിക്കും. സോ ദാറ്റ്സ് വൈ ഐ വോണ്ട് ടു പർച്ചേസ് ഇറ്റ് ഫ്രം, സോ ഐ വോണ്ട് ടു ആസ്ക് അബൌട്ട് ദ റേറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ തിങ്. ഷോപ്കീപ്പർ പറയാണ്, ഓ ഇറ്റ്സ് 18 rupees per kg. 1 കിലോഗ്രാമിന് 18 രൂപയാണ് വില. ഓ, ഒരു കിലോ. അപ്പോൾ ഷോപ്കീപ്പർ, 1 കിലോഗ്രാമിന് 18 രൂപയാണ്. Then means customer, it's very high. അത് വളരെ കൂടുതലാണല്ലോ. It was 10 rupees last week. അത് വളരെ കൂടുതലാണ്. ₹10 കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. 10 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച. ഇപ്പം എങ്ങനെ വില കൂടിയെന്നുള്ളത്. സോ ദ ഷോപ്പ് കീപ്പർ, യെസ്, ദ പ്രൈസ്
ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. പ്രൈസ് ഉയർത്തപ്പെട്ടു, അതിൻ്റെ വില വർദ്ധിച്ചു. അതെ, അതിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. സോ ഷോപ്പ് കീപ്പർ സേസ്. ദെൻ കസ്റ്റമർ, ഹൗ മച്ച് ഫോർ ടൊമാറ്റോ? ടൊമാറ്റോന് എത്രയാണ്? സോ ഹി സേസ്, ദ ഷോപ്പ് കീപ്പർ സേസ് ഇറ്റ് ഈസ് 22. അതിന് 22 വർഷം. ഇറ്റ് ഹാസ് സോ ഇറ്റ്സ് പ്രൈസ് ഓൾസോ increased. Its price also increased. See that. So next customer. Oh, it's pity. How can we live? നമ്മൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? So this type of increasing price, hike in prices. So this, how can we live? So then a shopkeeper, the same thing, the same question is being asked by us. ഞങ്ങളാലും ഈ ചോദ്യം തന്നെ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും. ദി സെയിം ക്വസ്റ്റ്യൻ ഈസ് ബീങ് ആസ്ക്ഡ് ബൈ അസ്. ദെൻ കസ്റ്റമർ, യു തിങ്ക് about daily wage people, means the workers who get wage daily, ദിവസവും കിട്ടുന്ന വരുമാനം, ദിവസമുള്ള വരുമാനക്കാരെ പറ്റി നിങ്ങൾ ചിന്തിക്കൂ. Then shopkeeper, we are also the same, but we can't do anything. We are helpless എന്നാണ് പറഞ്ഞത്. We are helpless. That's why we can't do anything at all.